സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നിവ ബഡ്ജറ്റിൽ ഉയർത്തിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇൻഡെക്സ് 0.13% ഇടിഞ്ഞ് 24,476-അടുത്തായിട്ടാണ് ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകിയത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉയർത്തി എന്നുള്ള വാർത്ത വന്നതിന് ശേഷം ഇൻഡെക്സിൽ 2% ഇടിവ് വന്നു. ആ ഇടിവിന് ശേഷം ഇൻഡെക്സ് ബോട്ടം ലെവലിൽ നിന്നും സ്ട്രോങ് റിക്കവറി കാണിക്കുകയും ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റിൽ വന്ന 2% ഇടിവും അതിനുശേഷം വന്ന റിക്കവറിയും ഒരു നീ ജെർക്ക് ആക്ഷൻ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% നിന്നും 12.5%ലേക്കും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 15% നിന്നും 20%ലേക്കുമാണ് ഉയർത്തിയിരിക്കുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉയർത്തിയത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റ് ഡയറക്റ്റായിട്ട് കാണാൻ സാധിച്ച മറ്റൊരു സ്റ്റോക്ക് ITC എന്ന സ്റ്റോക്കാണ്. ITC 6.5% ഉയർന്ന് 496-അടുത്ത് ക്ലോസിംഗ് നൽകി. 6 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ITCയുടെ വാല്യൂഷൻ 30.34, ഡിവിഡൻഡ് ഈൽഡ് 2.27%. ITCയുടെ 52 വീക്ക് ഹൈ 499, 52 വീക്ക് ലോ 399. ഇപ്രാവശ്യം ടബാക്കോയ്ക്ക് മുകളിൽ ടാക്സ് ഉയർത്തും എന്നായിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ടബാക്കോ ടാക്സേഷനുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റും ഇന്നത്തെ ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചില്ല. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനായിട്ടാണ് ITC എന്ന സ്റ്റോക്ക് ഇന്ന് 6% ഉയർന്നത്. ITC എന്ന കമ്പനിയുടെ മേജർ റവന്യൂ ടബാക്കോ ബിസിനസ് തന്നെയാണ്. ITC ഇന്ന് 466 നിന്നും 499 എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരുകയും 496-അടുത്ത് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ITC മാത്രമല്ല, ഒട്ടുമിക്ക FMCG സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. FMCG ഇൻഡെക്സ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. എൻ്റയർ FMCG ബിസിനസ്സിൽ അല്ലെങ്കിൽ എൻ്റയർ FMCG ഇൻഡെക്സ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിന് പിന്നിൽ മറ്റൊരു കാരണം ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് സ്ലാബ് സ്റ്റാൻഡേർഡ് ടാക്സ് ഡിഡക്ഷൻ 50,000 നിന്നും 75,000 ഉയർത്തിയതാണ്. ഇതുവഴി ന്യൂ ടാക്സ് റെജീം വഴി 17,500 രൂപ എല്ലാ ഇൻഡിവിജ്വൽസിലും സേവ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൺസ്യൂമർ സെക്ടറിലെ സ്റ്റോക്കുകളിലും FMCG സ്റ്റോക്കുകളായ HUL, ITC, ഡാബർ, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ITC എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാം. ITC എന്ന സ്റ്റോക്ക് 500-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 475 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 475 എന്ന സപ്പോർട്ടിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 525, 550 പോലുള്ള ടാർഗറ്റ് ITCയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ITC എന്ന സ്റ്റോക്കിന് ജെഫ്രിസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ജെഫ്രിസ് ITCക്ക് 585 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 25% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ITCയുടെ ടബാക്കോ ടാക്സിനെ പറ്റിയുള്ള പരാമർശം ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലുണ്ടായില്ല. അതിലുപരി 2026 മാർച്ച് മാസം വരെ ITCയുടെ ടബാക്കോയ്ക്ക് മുകളിലുള്ള GST ടാക്സിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് ജെഫ്രിസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ITCയുടെ ഗ്രോത്തും റവന്യൂവും ഉയരാൻ സാധ്യതയുണ്ട്. സിഗരറ്റിൻ്റെ 90% ടാക്സും GST റെജീമിൻ്റെ കീഴിലാണ് വരുന്നത്. 2026 മാർച്ച് മാസം വരെ GSTയിൽ മാറ്റമുണ്ടാകില്ല എങ്കിൽ അത് ITC പോലുള്ള കമ്പനികളുടെ ഗ്രോത്തിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഫാക്ടറായി മാറാൻ സാധ്യതയുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാകാം ഇന്ന് ITC എന്ന സ്റ്റോക്ക് 500-അടുത്തെത്തിയിരിക്കുന്നത്. ITC എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 475 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്